ഞാനിന്ന് താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടി ഒരു ക്രാൻബെറി സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ഞാൻ ഈ ക്രാൻബെറിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ചിലപ്പോൾ ക്ലീൻ ചെയ്യുമ്പം വെള്ളം ഒഴിച്ചിങ്ങനെ ക്ലീൻ ചെയ്യുമ്പം എന്തെങ്കിലും കേടായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും കേടായിട്ട് കിട്ടില്ലവരുണ്ടോ. ഞാൻ ക്രാൻബെറി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. പിന്നെ ഇതിപ്പം 12 ounce ക്രാൻബെറിയാണ് ഉള്ളത്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1 കപ്പ് ഷുഗറും പിന്നെ 1 കപ്പ് ഈക്വൽ വെള്ളം എടുത്ത് വെച്ചേക്കും. ഓക്കെ, 1 കപ്പ് ഷുഗറും 1 കപ്പ് വാട്ടറും. പിന്നെ അത് ഞാൻ ഇടുന്നത് ശരിക്കും ജിഞ്ചർ. ഓക്കെ, അപ്പോൾ ഒരു കഷ്ണം ജിഞ്ചർ എടുത്തിട്ട് തന്നെ ഞാൻ ജിഞ്ചർ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പീസാക്കി വെച്ചേക്കുക. പിന്നെ കുറച്ചുകൂടി ഷുഗർ, 1/4 കപ്പില്ല, ഇത് 1 കപ്പ്. പിന്നെ കുറച്ച് ഷുഗറൂടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണൂടെ കാണും. 2 ടേബിൾ സ്പൂൺ ഷുഗറൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി ഷുഗർ ഇട്ടാൽ ഭയങ്കര മധുരം. ഇതിനൊരു ടാർട്ട് ടേസ്റ്റായി ക്രാൻബെറിക്ക്. ശരിക്കും ഒരു സോറും സ്വീറ്റും അങ്ങനെ ചെറുതായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷുഗർ യൂസ് ചെയ്യുന്നു. ഒത്തിരി ഷുഗർ ഇട്ടാൽ ഒത്തിരി അങ്ങ് മധുരമായ കൊള്ളില്ല ക്രാൻബെറിക്കൊക്കെ. അപ്പം പിന്നെ ജിഞ്ചറും കൂടി ഇടുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് വരും എല്ലാം കൂടി ആകുമ്പോൾ. ഇപ്പം ഇത് 12 ounce ഉണ്ട്. യൂഷ്വലി ഒരു പാക്കറ്റ് 12 ounce ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ 1 കപ്പ് ഷുഗറും കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണൂടെ എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് വാട്ടർ, പിന്നെ കുറച്ച് ടേബിൾ സ്പൂൺ ജിഞ്ചർ അരിഞ്ഞ് വെച്ചിരിക്കണം. ഓക്കെ, ഇത്രയാണ് ഈ ക്രാൻബെറി സോസിന് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കിത് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ വെള്ളവും ഈ ഷുഗറൂടെ ഇതിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി എടുത്ത് വെച്ചെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ആഡ് ചെയ്യുന്നത്തോട്ടൊക്കെ. എന്നിട്ട് നമുക്കിതിന് ജിഞ്ചറൂടെ ഇട്ടിട്ട് നമുക്കിനെ ഒന്ന് ബോയിൽ ചെയ്ത് കൊണ്ടുവരാം. ഇതിലിപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത മിക്സ്, വെള്ളവും ഷുഗറും പിന്നെ ജിഞ്ചറോടുള്ള മിക്സ് വെച്ച് ഒന്ന് നമുക്ക് ബോയിൽ ചെയ്ത് കൊണ്ടുവരാം. നമുക്ക് ആ ക്രാൻബെറിനകത്തോട്ട് ആഡ് ചെയ്യാം. ആ ഷുഗറും വാട്ടറോടുള്ള മിക്സ് ഞാനിവിടെ ബോയിൽ ചെയ്യാൻ വെച്ചേക്കുക. ഈ ക്രാൻബെറി ആണെങ്കിൽ ശരിക്കും അതിനകത്ത് ഇടുമ്പോൾ ഇങ്ങനെ ഇത് പോപ്പി തുടങ്ങും, പൊട്ടി ഇങ്ങനെ വരും. ഓക്കെ, അപ്പം അത് ബോയിൽ ചെയ്തിട്ട് നമുക്കത് തീ കുറച്ചിട്ട് ഇതിനെ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ഇത് ഞാൻ പറയാൻ കാര്യം ഇതിങ്ങനെ പൊട്ടി ആ ചൂട് ഷുഗറിലോട്ട് ഇടുമ്പോൾ അത് പൊട്ടി ഇങ്ങനെ വരും, പോപ്പ് ചെയ്ത് തുടങ്ങും. ഇപ്പം ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. അത് ഷുഗറൊക്കെ വെച്ച് മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പയ്യെ ഈ ക്രാൻബെറിനകത്തോട്ട് ഞാനിത് ലോ ഫ്ലെയിമിലോട്ട് വെക്കാൻ പോകും. ഓക്കെ, എന്നിട്ട് ഇത് ഒന്ന് നമുക്കതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്രാൻബെറി അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട്. വെന്താൽ മതി. ഓക്കെ, അത് അപ്പോഴത്തേനും ഇതെല്ലാം പോപ്പ് ചെയ്ത് വരും. പിന്നെ നമുക്കൊരു തവിയോ എന്തെങ്കിലും കൊണ്ട് സ്പൂൺ കൊണ്ടിട്ട് നന്നായിട്ട് തന്നെ ഉടച്ച് കൊടുത്താൽ മതി. ഇത് പോപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കേൾക്കാം. ഇതൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് പോപ്പ് ചെയ്തെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്.
ബോയിൽ ചെയ്ത് പൊങ്ങി വരുവാണെങ്കിൽ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. എല്ലാം കൂടി 10 മിനിറ്റ്സ് മതി ഇതുണ്ടാക്കാൻ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് നമുക്ക് ഇത് അതിങ്ങനെ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നോക്കണം. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഇനി മൊത്തം തേക്കണം, അടിക്കൊന്നും പിടിക്കാതൊക്കെ. മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആകുമ്പോഴത്തേനും ഇത് ക്രാൻബെറി സോസ് ഒരു 5 more minutes നമുക്ക് വെക്കണം. പക്ഷേ ഓൾറെഡി എല്ലാം പോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ആവാത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് ഇത് കഴിയുമ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാം. പിന്നെ നല്ലൊരു ടേബിൾ സ്പൂൺ ജിഞ്ചറിനകത്ത് വേണം. ഓക്കെ, അപ്പോൾ ഷുഗറും ജിഞ്ചറും ക്രാൻബെറി സോസിനാണെങ്കിൽ ഒരു ടേസ്റ്റാണ്. സോറും അതിലൊന്നും അതില്ല. അപ്പോൾ ഇതിടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ജിഞ്ചർ ഇടുമ്പം റിയലി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ താങ്ക്സ് ഗിവിങ്ങിന് ചർക്കരോടൊക്കെ യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ പോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ അത് ചിലപ്പോൾ കൊട്ടി ഇപ്പോൾ പുറത്തോട്ടൊന്നും വന്നിട്ടില്ല. നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ പോപ്പ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് ഓഫ് ചെയ്യും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 8 മിനിറ്റ് ആയിരുന്നു. ചിലത് ഇങ്ങനെ പൊട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാങ്കേതിക ഇതുകൊണ്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഓക്കെ, ഞാനങ്ങനെ ഉടച്ചു കൊടുക്കാൻ പോകുന്നു. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ ചിലതൊക്കെ. ഞാൻ ഇതിനിപ്പോൾ ഓഫ് ചെയ്യാൻ പോകും. ഓക്കെ, ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി സ്റ്റവിൽ മാറ്റി വെച്ചിട്ട് നമുക്കിങ്ങനെ തണുക്കാൻ വെക്കാം. ഒക്കെ തണുത്തിട്ട് നമുക്കൊരു ബൗളിൽ വെച്ച് വെക്കാം. തണുക്കാൻ വെക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കിങ്ങനെ ഒന്ന് ഇതിൻ്റെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രാൻബെറി സോസാണ്. നിങ്ങൾക്ക് ടർക്കിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാനും അല്ലാതെയൊക്കെ നമുക്ക് എന്തിനേലും ബ്രെഡിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാനായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ജിഞ്ചറാണ് ഇട്ടേക്കുന്നത്, അതിന് ഷുഗർ അത്രയേ ഉള്ളൂ. സോ സിമ്പിളാണ്, ഈസി ആയിട്ട് 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ശരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഗിവിങ്ങിന്. പിന്നെ ഇതിപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിലൊക്കെ ഇട്ട് വെച്ചാൽ 3 മന്ത്സും കുറേ നാളൊക്കെ ഇരിക്കും. അപ്പോൾ ഇത് നമുക്കിത് താങ്ക്സ് ഗിവിങ്ങിനൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. 2 വീക്സ് ബിഫോറോ 1 മന്ത് ബിഫോറൊക്കെ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, അപ്പം നിങ്ങളും ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചറൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു യമ്മി ആയിട്ടുള്ള ക്രാൻബെറി സോസ്, ഹോം മെയ്ഡ് ക്രാൻബെറി സോസ് ട്രൈ ചെയ്യാൻ നോക്കുക. ഓക്കെ, ബൈ.